We are living in a real world in heavenly places. സ്വർഗീയ സ്ഥലങ്ങളിൽ ഒരു യഥാർത്ഥ സ്ഥലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Religion always taught us a distance between God and a devotee, but today the Holy Spirit encourages us to remember that you are a member of the house, in the house of God. മതം എപ്പോഴും മനുഷ്യനെ ഒരു ദൈവഭക്തനാക്കി, ദൈവം അങ്ങ് വിദൂരത്തിലും ഭക്തനിങ്ങ് ദൂരെയും ഉള്ള നിലയിലാണ് അവൻ്റെ മനസ്സിൽ നിർത്തിയതെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവ് ആ ഭക്തനായി മാറി നിൽക്കുകയല്ല നമ്മളെ ആക്കിയിരിക്കുന്നത്, മറിച്ച് സ്വർഗസ്ഥലങ്ങളിൽ കർത്താവിനോടൊപ്പം നിൽക്കുന്ന തൻ്റെ ജനമായി സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുക. This Bible are instructions to enter into that supernatural world where the supernatural provisions are kept. ആ പ്രകൃത്യാതീതമായ ആ സത്യമായ ദേശത്തേക്ക് കയറി ആ സൂപ്പർ നാച്ചുറലിലുള്ള നന്മകൾ ഇവിടെ ഇരുന്ന് പ്രാപിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് പുതിയ ഉടമ്പടി. And that is why Romans 5:2 the Bible says faith becomes the entrance for which grace has provided for. അതുകൊണ്ടാണ് റോമാലേഖനം 5:2 വിശ്വാസത്താൽ കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതിലേക്ക് വിശ്വാസം നമുക്ക് പ്രവേശനം തുറന്നിരിക്കുന്നു. Grace has provided everything. കൃപ നമുക്ക് വേണ്ടി സകലവും ദൈവകൃപയാൽ ഒരുക്കി വെച്ച് കഴിഞ്ഞു. Grace is Jesus Christ. കൃപ എന്നത് യേശു തന്നെയാണ്. Hallelujah. Isaiah the prophet said, യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, your ways are not my ways and your thoughts are not my thoughts. നിന്റെ വഴികൾ എൻ്റെ വഴികളല്ല, നിന്റെ ചിന്തകൾ എൻ്റെ ചിന്തകളല്ല. It was God inspired. ദൈവത്താൽ പ്രേരിതമാണ്. And that is why he says, God is saying, your thoughts are not my thought, your ways are not my ways. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ വചനം എൻ്റെ പ്രേരിതമാണ്, എൻ്റെ വാക്കാണ്. നീ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്, നീ കണ്ട വഴിയല്ല എൻ്റെ വഴി. But Jesus came. എന്നാൽ യേശു വന്നു. Jesus came. യേശു വന്നു. And he said, യേശു പറഞ്ഞു, I am the way. ഞാൻ തന്നെയാണ് വഴി. Now no more no other way. ഇനി വേറൊരു വഴിയുമില്ല. When you go through Jesus, നിങ്ങൾ യേശുവിലൂടെ പോകുമ്പോൾ nothing is impossible. ഒന്നും അസാധ്യമായിട്ടില്ല. And you have to become the new creation. നിങ്ങൾ അതിനായി പുതിയ സൃഷ്ടിയായി മാറണം. You have now the mind of Christ. പുതിയ സൃഷ്ടിയായി നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സാണ് ഇപ്പോൾ. Meaning to say, അതിന്റെ അർത്ഥം you now know the way and you know the thought of God. ഇപ്പോൾ നിങ്ങൾക്ക് വഴിയും പിടികിട്ടി, ദൈവത്തിന്റെ ചിന്താരീതികളും പിടികിട്ടി. That is where the flesh and the spirit is fighting. അവിടെയാണ് നമ്മുടെ ജഡവും ജഡമനസ്സും ആത്മാവിന്റെ ചിന്തയും തമ്മിൽ യുദ്ധത്തിലാണ്. And that is why the Holy Spirit is recording and saying, walk in the spirit, don't walk by sight, walk by faith. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആകയാൽ നിങ്ങൾ ആത്മാവിൽ നടക്കുക, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുക. And what is faith? എന്താണ് വിശ്വാസം? Faith is the substance. It is something tangible. It is something you can touch. Faith is the substance of the things you are hoping for. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്, വസ്തുവാണ്, സബ്സ്റ്റൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രത്യാശിക്കുന്നതിന്റെ തൊടാവുന്ന സത്യമാണ് വിശ്വാസം. And the things, it is this evidence of the things you cannot see. നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത ആ യഥാർത്ഥ കാര്യങ്ങളുടെ തെളിവാണ് വിശ്വാസം. Hallelujah. Faith knows where it is kept. വിശ്വാസത്തിന് അറിയാം അത് എവിടെയാ വെച്ചിരിക്കുന്നത്. Faith knows how to get it. വിശ്വാസത്തിന് അറിയാം അത് എങ്ങനെ പിടിച്ചെടുക്കണം. And the challenge is, എന്നാൽ എന്റെ വെല്ലുവിളി ഇതാണ്, is to believe this word is true. ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കാനാണ് ബുദ്ധിമുട്ട്. And that is the helper who tells us this is true and he will lead you in his ways. അവിടെയാണ് പരിശുദ്ധാത്മാവെന്ന സഹായകൻ നമ്മളെ സഹായിച്ചിട്ട് നമ്മളെ ഈ വചനത്തിലൂടെ വഴി നടത്തും. From the book of Hebrews chapter 11 verse 8 onwards, and
And the Bible says that Abraham came out of his house not knowing where he was going. ഇബ്രായർ 11:8 മുതലാണ് അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. For by faith Abraham obeyed when he was called to go out to a place where he would receive an inheritance. He did not receive it yet, but he will receive an inheritance. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുമായിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഇതുവരെയും തനിക്ക് ഇത് ലഭിച്ചില്ല, പക്ഷെ പറഞ്ഞത് വിശ്വസിച്ചു. He did not know where he is going. എങ്ങോട്ടാ പോകുന്നെന്ന് പോലും അറിയില്ല. He does not know where it is going to end. ഏതെവിടെയാ പോയി അവസാനിക്കുന്നതെന്ന് അറിയില്ല. But in his spirit he could know. എന്നാൽ ആത്മാവിൽ തനിക്ക് അറിയാം. There is an inheritance that he who spoke is God himself. ദൈവം തന്നെയാണ് പറഞ്ഞതെങ്കിൽ ഒരുക്കപ്പെട്ട അവകാശവുമുണ്ട്. The Bible says, ബൈബിൾ പറയുന്നു, he kept on going to waited for the city which was foundation and builder and maker was God. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. He walked by faith. വിശ്വാസത്താൽ സഞ്ചരിച്ചു. But it is real for you and now today. എന്നാൽ നിനക്കും എനിക്കും അത് റിയലാണ്, വാസ്തവമാണ്. Turn to someone and said, you have already reached the destination. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തി. And now we are traveling to do a duty on this world. ഇന്ന് ഈ ഭൂമിയിൽ ആ ലക്ഷ്യസ്ഥാനത്ത് ആത്മാവിൽ എത്തിച്ചേർന്ന സ്വർഗസ്ഥലത്ത് എത്തിച്ചേർന്ന നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. You have already tasted the heavenly things. നിങ്ങൾ ഇപ്പോൾ തന്നെ വരുവാനുള്ള ലോകത്തെ ആസ്വദിച്ചവരാ, രുചിച്ചവരാ. You are already tasting Jesus. You are already tasting the presence. Why is it given to you? So that you may declare to the world there is something superior, something desirable, something which you can long for, which you cannot see unless you are born again. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും ആ കർത്താവിനെ രുചിച്ചവരാ, കർത്താവിന്റെ നന്മ രുചിച്ചവരാ, കർത്താവ് നല്ലവനെന്ന് ആസ്വദിച്ചവരാ. ഇന്ന് നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത് അത് ആസ്വദിച്ചിട്ടില്ലാത്ത ജനങ്ങളോട് ആ യാഥാർത്ഥ്യം, ഇതല്ല യാഥാർത്ഥ്യം, കാണുന്നതല്ല യാഥാർത്ഥ്യം, അതാണ് യാഥാർത്ഥ്യം എന്ന് ആസ്വദിച്ച മക്കൾ ലോകത്തോട് പറയാനും അത് നിങ്ങൾക്കും ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾക്കും ഒരു പുതു ജനനം ആവശ്യമുണ്ട് എന്ന് പറയാനാണ്. You are enjoying the presence. You are enjoying the favor. You are enjoying everything not for yourself. It is a taste that God is giving you to be sure to tell the world Jesus is alive and through him there is an entrance into an eternal kingdom. നമ്മളിപ്പോൾ കർത്താവിന്റെ നന്മ ആസ്വദിക്കുന്നു, കർത്താവിന്റെ സാന്നിധ്യം ആസ്വദിക്കുന്നു, അവനെ രുചിക്കുന്നു. എന്നാൽ അത് നമുക്ക് വേണ്ടി ഇങ്ങനെ രുചിച്ചോണ്ടേ ഇരിക്കാനല്ല, മറിച്ച് ഇതുവരെ അത് ലഭിക്കാത്ത വ്യക്തികളോട് അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാ എന്നെ നിങ്ങളെ മാക്കി. And that is the heavenly calling that we have. അതാണ് നമുക്കുള്ള സ്വർഗീയ വിളി. And then the Bible says, തുടർന്ന് ബൈബിൾ പറയുകയാണ്, 11, by faith Sarah herself also received strength to conceive the seed. 11 വാക്യത്തിൽ വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. She received strength to conceive the seed when she judged him faithful. തന്നെ വിളിച്ചവനെ വിശ്വസ്തനെന്ന് എണ്ണിയപ്പോൾ സാറായിക്കും ആ പ്രായാധിക്യത്തിൽ പുത്രോത്പാദനം നടത്താനുള്ള ശക്തി പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കും. The moment you understand that he who has called you is faithful, that moment you conceive the dream, you conceive the seed, you have a dream. It is conceived when you term his faithful. നിങ്ങളെ വിളിച്ചവൻ, നിങ്ങൾ വിശ്വസിക്കുന്നവൻ, താൻ പറഞ്ഞത് നിശ്ചയമായിട്ട് നിവർത്തിപ്പാൻ ശക്തിയുള്ളവനാണ്.
അവൻ എനിക്ക് വേണ്ടി അത് ചെയ്ത് തരുന്നവനാണ് എന്ന് നിങ്ങൾ അകത്തുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ദർശനങ്ങളെ ഗർഭം ധരിക്കാനുള്ള ശക്തി നിങ്ങൾ പ്രാപിക്കുകയാണ്. സാറായപ്പോൾ Sarah is old. അവൾ വളരെ പ്രായാധിക്യത്തിലായി. People might be making fun of her when she is saying that I am going to be ഞാൻ pregnant. ഒരു അമ്മയാകാൻ പോകുകയാണ്, ഞാൻ ഗർഭവതിയാകാൻ പോകുകയാണെന്ന് ഈ വല്യമ്മച്ചി പറയുമ്പോൾ നാട്ടുകാരെല്ലാം സാറയെ കളിയാക്കുന്നുണ്ടായിരിക്കും. Oh, but they did not see something extra. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത് അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വാർദ്ധക്യമായ ആള്, പക്ഷെ അവൻ വിശ്വസ്തനെന്ന് എണ്ണിയ പാടെ പുറമെ കാണുമ്പോൾ ഒന്നും നടക്കുന്നില്ല. അകമേ തുടങ്ങി ശക്തി, അകമേ തുടങ്ങി പുതിയത്, അകമേ ദൈവം പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രം പോലെയും കടലിന്റെ മണൽ തരി പോലെയും ആകുമെന്ന് വിശ്വസ്തനെന്ന് എണ്ണിയപ്പോൾ, അവനെ വിശ്വസ്തൻ എന്ന് എണ്ണുമ്പോൾ, അവൻ വിശ്വസ്തൻ. എന്നോട് വാക്ക് പറഞ്ഞത് ആരാന്ന് എനിക്കറിയാം. ഞാൻ വെറും വിശ്വസിക്കുകയല്ല, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് അറിയാം. നലോചതി പറയാം, അറിയാം. യേശു ഏതോ കല്ലറയിൽ കിടക്കുവല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി ഇരിക്കുന്നു. അവൻ വിശ്വസ്തനാ, ദൈവമാ, വാക്കുമാറാത്തവനാ എന്ന് ഉറപ്പ് വരുമ്പോൾ നിന്റെ ശരീരം ശക്തി പുതുക്കും, ദർശനം ശക്തി പുതുക്കും. നീ ഒരു നിമിഷം പോലും അവിശ്വാസത്തെ സഹിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ഇവര് എസ്റ്റേറ്റ് ജീവനക്കാരാണ് അല്ലേ? അതെ. ബ്രദറിന്റെ പേരെന്നാ? മരുതയ്യൻ. ഇത് കൽപ്പന, ഇത് പീറ്ററച്ചായൻ. ഇദ്ദേഹം നമ്മുടെ ടെൻറ്റിൽ തൻ്റെ കടബാധ്യത കാരണം, കോട്ടയം പട്ടണം നടുക്ക് വീടുള്ള ആളാണ്. കടബാധ്യത കാരണം വെളിയിലിറങ്ങാൻ മേലാത്തതുകൊണ്ട് ഒളിച്ചിരിക്കാൻ ഇടം തേടി നമ്മുടെ ടെൻറ്റിൽ വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇവിടെ ഇരുന്ന് കേട്ട് വചനങ്ങൾ കേട്ടു. പക്ഷെ അതിൻ്റെ മദ്യപാനം ഒരു നിലയിലും നോക്കിയിട്ട് മാറുന്നില്ല. എവിടെയൊക്കെ ഇങ്ങനൊരു പരിഹാരമാർഗമുണ്ടോ അതെല്ലാം ഇദ്ദേഹം ശ്രമിച്ചു, പക്ഷെ മാറുന്നില്ല. ഒടുവിൽ തങ്കു ബ്രദർ ഞാനും ഒക്കെ ഇവിടെ പറയുന്ന വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെവിപ്പെട്ടു. ഒരു ദിവസം ഒരു വചനം വെച്ച് യേശുവിനോട് വഴക്കുണ്ടാക്കി. അതേത് വചന? മത്തായി 19:26. മനുഷ്യനാൽ അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. ബൈബിള് വായിക്കാൻ പറഞ്ഞു. ഇത് വായിച്ചിട്ട് ഇദ്ദേഹം യേശുവിനോട് എന്നാ പറഞ്ഞു? കർത്താവെ, ആവശ്യമില്ലാത്ത നുണയൊക്കെ എഴുതി വെച്ചിട്ട് സത്യവേദപുസ്തകം ഇതിന് പേര് കൊടുക്കരുത്. എന്നെ കൊണ്ട് മദ്യപാനം നിർത്തുന്നത് അസാധ്യമാണെന്ന് നിനക്കറിയാവല്ലോ. മനുഷ്യരാൽ അസാധ്യം, ദൈവത്തിന് സാധ്യം എന്നൊക്കെ ഈ നുണ എഴുതി വെച്ചേച്ച് എന്തിനാ സത്യവേദ പുസ്തകം എന്ന് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. പക്ഷെ അത് പറഞ്ഞേച്ച് അദ്ദേഹം കരയും കേട്ടോ. വർഷങ്ങളായ മദ്യപാനം അന്നുകൊണ്ട് വിട്ടുമാറി. അതെ, അന്നുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു, ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ ജീവിതത്തിൽ ഇത് കാണിക്കണമെന്ന് പറഞ്ഞു. അന്ന് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീന്തി വീട്ടിൽ ചെല്ലുന്ന ദിവസമാണ്. കോട്ടയം ടൗണിൽ അന്ന് അതുപോലെ ഒരു ആഘോഷമുള്ളൊരു ദിവസമാണ്. 2005 അന്ന് ഇദ്ദേഹം നേരെ പോയി വചനം വായിച്ചു പോയി അങ്ങ് സ്നാനപ്പെട്ടു ആണോ? അതെ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത്രയും നാൾ ഒന്ന് ചൊവ്വായിട്ട് സ്നാനപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു, നടക്കത്തില്ല. ഇനി നിനക്ക് സൗകര്യമുണ്ട് എന്നെ അങ്ങ് ചൊവ്വാക്ക്, ഞാൻ അങ്ങ് സ്നാനപ്പെടാൻ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്നാനപ്പെട്ടു. തിരികെ വന്ന വഴിക്ക് ഞാൻ ഇറങ്ങേണ്ട സ്ഥലങ്ങളിലൊന്നും ഇറങ്ങിയില്ല. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അതുകൊണ്ട് ഇന്ന് ഇറങ്ങാറുള്ള സ്ഥലത്തൊന്നും ഇറങ്ങിയില്ല, വീട്ടിൽ പോയി. ഇന്ന് എത്ര വർഷമായി? 2005 ഏപ്രിൽ മാസം 23 ഈ സംഭവം നടന്നത്. ഇന്നിപ്പോൾ 18 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ തൊട്ടിട്ടില്ല. തൊടാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ. അദ്ദേഹത്തിന് വിടുതൽ കിട്ടിയപ്പോൾ പിന്നെ തൻ്റെ ആരാധന ജീവിതം ആരാധനയായിട്ട് മാറ്റി. യേശുവിന് വേണ്ടി ഓടുക. അങ്ങനെ ഓടി ഓടി വാഗമണ്ണിൽ ചെന്നു. എന്താ എന്നോട് പറഞ്ഞ വാചകം എന്ന് പറയാം? പീറ്ററച്ചായം വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളില്ല ഇവിടെ.
ഇത്ര ജനങ്ങളുടെ മധ്യയിലൊന്നും ഞാനൊരു സാക്ഷി പറയാനുള്ള ആളല്ലായിരുന്നു. അതിന് തന്നെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെറിഞ്ഞവരായിരുന്നു, എന്നാലും അത്ര വിശ്വാസത്തിലില്ലായിരുന്നു. പീറ്ററച്ചായനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വാഗോണ് പ്രദേശത്തിന് കൊണ്ടുവന്ന് പീറ്ററച്ചായൻ എന്ന് വചനം വിതയ്ക്കുമായിരുന്നു. എൻ്റെ ഭവനത്തിൽ കാലുകുത്തി അന്ന് മുതൽ ഇന്ന് വരെ ദൈവം ഞങ്ങൾക്ക് അത്ഭുതമല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഭർത്താവിന് ഭയങ്കര മദ്യപാനിയായിരുന്നു ഇവിടെ നിൽക്കുന്ന ആൾ. അപ്പം ഞങ്ങളുടെ കുടുംബജീവിതം ഒത്തിരി തകർന്നു പോയതാ. എനിക്ക് 3 മക്കളുണ്ട്. ഭക്ഷണത്തിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിയ ദിവസങ്ങളുണ്ട്. 2011 എനിക്ക് ഈ പുള്ളിയുടെ മദ്യപാനം കാരണം കൊണ്ട് ഞാൻ ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് വിഷം കഴിച്ചതാ. ഒരു പ്രാവശ്യം വിഷം കഴിച്ചു, മരിച്ചു പോയില്ല. അങ്ങനെ അങ്ങേയറ്റത്തിരിക്കുമ്പോഴാണ്, ആ സമയത്താണോ പീറ്ററച്ചായൻ ചെല്ലുന്നത്? ചാകാൻ പോലും സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഭവനത്തിൽ ഒരിടത്തും പോകാതെ കതവ് അടച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാനും ഒരു സഹോദരനും കൂടെ ചെന്ന് കയറിയ സമയത്ത് സഹോദരിയെ കണ്ടപ്പോൾ തന്നെ ആകെപ്പാടെ ഭയപ്പെട്ടൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുന്നതെന്ന് തോന്നി. ഞങ്ങൾ പറഞ്ഞു, സൗകര്യം ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങളെ യേശു ചിലയിടത്തോട്ട് വിടുമെന്ന് പറഞ്ഞു, ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സഹോദരി അറിയാതെ ഈ സാക്ഷ്യങ്ങളും വിഷം കഴിച്ച കാര്യങ്ങളും എല്ലാം ഞങ്ങളോട് പറഞ്ഞു. അന്ന് അവിടെ വെച്ച് ഞങ്ങൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രകടമായ വലിയ കാര്യങ്ങളൊന്നും കണ്ടില്ല എങ്കിൽ പോലും അന്ന് ആ സഹോദരിയുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട ആ മുഖഭാവമല്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് പോകുന്നപ്പോൾ കണ്ടപ്പോൾ നല്ല ശോഭയുള്ളൊരു മുഖഭാവം കണ്ടു. അങ്ങനെ ഏലപ്പാറയിൽ ഒരു TVS മീറ്റിംഗ് നടന്ന സമയത്ത് ഇവരും ഏലപ്പാറയിൽ ആ TVS മീറ്റിങ്ങിന് ചെന്നു. അപ്പോൾ ഈ സഹോദരി മരുതയ്യനെയും കൊണ്ട് മദ്യപാനമാണ് വിഷയം, അത് മാറ്റാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നു, മുമ്പോട്ട് വരാൻ പറഞ്ഞപ്പോൾ മുതൽ കൽപ്പന നോക്കുന്നത് മരുതയ്യൻ എഴുന്നേറ്റ് പോകുന്നുണ്ടോ ഇല്ലയോ എന്നാ. മരുതയ്യൻ അനങ്ങാതെ അവിടെ നിൽക്കുന്നു. പക്ഷേ സഹോദരി അനങ്ങാതെ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കൽപ്പന അറിയാതെ അവിടെ ഇരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്, കർത്താവേ മരുതയ്യനോട് ഇടപെടണം, തൊടണം, നീ പറഞ്ഞു വിടണം കർത്താവേ എന്ന് പറഞ്ഞു. എങ്ങനെയോ കൽപ്പനയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മരുതയ്യൻ എഴുന്നേറ്റ് മുമ്പോട്ട് പോയി. പക്ഷെ മുമ്പോട്ട് പോയി അങ്ങ് ചെന്നപ്പോഴത്തേക്ക് തോമസ് കുട്ടി ബ്രദറെ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള എല്ലാവരെയും പ്രാർത്ഥിച്ചു. മരുതയ്യൻ വന്നപ്പോഴത്തേക്ക് തോമസ് കുട്ടി ബ്രദർ തിരിച്ചുപോയി. അതൊന്ന് പറയോ? അന്നേരം ഒരു അത്ഭുതം നടന്നു. അന്നേരം തന്നെ ബ്രദർ സ്റ്റേജിലോട്ട് കയറിപ്പോയി. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും എൻ്റെ ഭർത്താവിനെ തൊട്ടില്ലല്ലോ എന്നീ സഹോദരി താഴെ ഇരുന്ന് ഒറ്റ കരച്ചില്ല. ബാക്കി എല്ലാവർക്കും പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിനെ തൊട്ടില്ലോ എന്ന് ഈ സഹോദരി താഴെ ഇരുന്ന് പൊട്ടിക്കരയുകയും കരഞ്ഞപ്പോൾ തോമസ് ബ്രദർ സ്റ്റേജിൽ ഇരുന്ന് പരിശുദ്ധാത്മാവോടുകൂടെ വന്ന് എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അന്നേരം തന്നെ മകൻ ബോധം കെട്ട് വീണ്. അന്നു മുതൽ ഇന്നു വരെ മദ്യപാനത്തിനിട വന്നിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മേൽ കൈവച്ചത് ഇദ്ദേഹം മറിഞ്ഞ് താഴെ. അന്നേരം എന്താ സംഭവിച്ചേ? ഏതാണ്ട് അതിൻ്റെ അകത്തുള്ളത് ഏതാണ്ട് പുറത്തിറങ്ങിയതുപോലെ തോന്നി. ഇന്ന് വരെ മരുതയ്യൻ മദ്യപിച്ചിട്ടില്ല. മദ്യപിപ്പിച്ചുകൊണ്ടിരുന്ന ദുഷ്ടശക്തി ഇറങ്ങി അങ്ങ് പോയി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വഴിതെറ്റി വേറെടുത്ത് പോയി വഴിതെറ്റി കറങ്ങിച്ചെന്ന് കയറിയത് ഇവർ താമസിക്കുന്നതിൻ്റെ അടുത്താണ്. അവിടെ കാട്ടിൽ അങ്ങോട്ടും പോകാൻ മേലെ ഇങ്ങോട്ടും പോകാൻ മേലെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വെച്ച് കറങ്ങി അവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ സാക്ഷിയെല്ലാം പറഞ്ഞ് ഇപ്പോൾ അവരിപ്പോൾ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എസ്റ്റേറ്റ് ലയത്തിനകത്ത് അതിൻ്റെ സൈഡിലാണ് ഞങ്ങൾ പെട്ടുപോയത്. അങ്ങനെ ദൈവം അത് വഴിതെറ്റിയതല്ല, ഞങ്ങളെ അവിടെ കൊണ്ടുപോയതാണെന്നും ഇന്ന് ഇവരിവിടെ നിർത്താനായിരുന്നെന്നും കയ്യെ പിടിച്ചിട്ട് ദൈവത്തിന് വഴിതെറ്റുന്നില്ലെന്ന് പറഞ്ഞാട്ട് നിങ്ങൾക്കും വഴിതെറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരു പ്രതിസന്ധി തോന്നുന്നെങ്കിൽ അടുത്ത സാക്ഷ്യവുമായി നിങ്ങളെ ഉയർപ്പിക്കാൻ കർത്താവ് മതിയായവനാണെന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇവർ രണ്ടുപേരും എസ്റ്റേറ്റ് തൊഴിലാളികളെ വളരെ ചുരുങ്ങിയ തുകയൊക്കെ കിട്ടത്തുള്ളൂ. ഈ കോവിഡ് കാലത്ത് പിന്നീടെല്ലാം അവിടുത്തെ എസ്റ്റേറ്റുകളെല്ലാം പ്രവർത്തിക്കാതെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ദൈവവേലയിൽ കൊടുക്കുന്ന ഈ കുടുംബം ഇതിൻ്റെ രസം ഇവർ സാക്ഷ്യം രണ്ടുപേരും ഈ എസ്റ്റേറ്റ് പണി കഴിഞ്ഞ് വരുന്ന നീല പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഞാനോർത്ത് വെറും പണിക്കാരാണല്ലോ. എന്നിട്ട് എന്നെ ചൂണ്ടിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ആ കിടക്കുന്നത് മരുതയ്യൻ്റെ കാറാണ്, അപ്പുറം ഇരിക്കുന്നത് മരുതയ്യൻ്റെ ബൈക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് മരുതയ്യൻ പണിതുകൊണ്ടിരിക്കുക.
ഞെട്ടിപ്പോയി. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ അങ്ങ് പറയാം. സ്വത്രം, ഈ കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലം മരുതയ്യൻ അവരങ്ങ് വിട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നീ കൃഷി ചെയ്തോളാൻ പറഞ്ഞു. മരുതയ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചു വെച്ചാൽ ആ നാട്ടിൽ എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തേയിലക്കുളന്ത് ഇദ്ദേഹത്തിന് കിട്ടും. ഉടനെ അടുത്ത ഏറിയക്കാരെല്ലാം പറഞ്ഞു, എന്നാൽ പിന്നെ എൻ്റേതും കൂടെ എടുത്തോളാം. അങ്ങനെ ഇങ്ങോട്ട് കൊണ്ട് കാലേ വെച്ച് ചുരുക്കി പറഞ്ഞാൽ കാറാകുകയാണ്, വീടാകുകയാണ്. എസ്റ്റേറ്റുകാർക്ക് കിട്ടാത്തത് മരുതയ്യന് കിട്ടുക. ഒന്ന് കരമൊക്കെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്കാം.